ക്വസ്റ്റ്യൻ: സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. ഓപ്ഷൻസ്: അറ്റോക്, ജാങ്, ചില്ലാർ, താന്തി. ആൻസർ ഓപ്ഷൻ സി, ചില്ലാർ. സിന്ധുവിൻ്റെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകം. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു. ഹിമാലയൻ നദികളിൽ നീളം കൂടിയ നദി സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. അപ്പോൾ സിന്ധുവിൻ്റെ ഉത്ഭവം ടിബറ്റിലെ മാനസരോവർ തടാകം. പാകിസ്ഥാൻ്റെ ജീവരേഖ സിന്ധു. ഹിമാലയൻ നദികളിൽ നീളം കൂടിയ നദി സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ: സിന്ധു, സരസ്വതി, ഝലം, രവി, ബിയാസ്, ചിനാബ്, സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷകനദി സത്ലജ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷകനദി ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷകനദി ബിയാസ്. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി. അപ്പോൾ സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ സിന്ധു, സരസ്വതി, ജലം, രവി, ബിയാസ്, ചിനാബ്, സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷകനദി സത്ലജ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷകനദി ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷകനദി ബിയാസ്. സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. അപ്പോൾ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19. കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്ക്. സിന്ധുവിൻ്റെ പോഷക നദികളും പ്രാചീന നാമവും: ഝലം, വിദാസ്ത, ചിനാബ്, അസ്കിനി, രവി, പരുഷ്ണി, ബിയാസ്, വിഭാസ, സത്ലജ്, ശതാന്ത്രു. അപ്പോൾ ഝലം, വിദാസ്ത, ചിനാബ്, അസ്കിനി, രവി, പരുഷ്ണി, ബിയാസ്, വിഭാസ, സത്ലജ്, ശതാന്ത്രു. ക്വസ്റ്റ്യൻ: ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്കു ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ശൈലവൃഷ്ടി, ആലിപ്പഴ മഴ, ഉച്ചലിത വൃഷ്ടി, സംവഹന വൃഷ്ടി. ആൻസർ ഓപ്ഷൻ സി, ഉച്ചലിത വൃഷ്ടി. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വർഷണം. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വർഷണം. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം മഴ. മഴയെക്കുറിച്ചുള്ള പഠനം ഓംബ്രോളജി. മഴ അളക്കുന്നതിനുള്ള ഉപകരണം മഴമാപിനി. അപ്പോൾ ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വർഷണം. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം മഴ. മഴയെക്കുറിച്ചുള്ള പഠനം ഓംബ്രോളജി. മഴ അളക്കുന്നതിനുള്ള ഉപകരണം മഴമാപിനി. ഭൗമോപരിതലത്തിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പമായി മുകളിലേക്കുയർന്ന് ക്യുമുലസ് മേഘങ്ങളുണ്ടായി അവ ഘനീഭവിച്ചുണ്ടാകുന്ന മഴയാണ് സംവഹനവൃഷ്ടി എന്നറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പമായി മുകളിലേക്കുയർന്ന് ക്യുമുലസ് മേഘങ്ങളുണ്ടായി അവ ഘനീഭവിച്ചുണ്ടാകുന്ന മഴ സംവഹനവൃഷ്ടി. ഉച്ചലിതവൃഷ്ടി എന്നറിയപ്പെടുന്നത് സംവഹനവൃഷ്ടിയെ. ഉഷ്ണമേഖലയിൽ സാധാരണ അനുഭവപ്പെടുന്ന ഉഷ്ണകാല പ്രതിഭാസമാണ് സംവഹന മഴ. അപ്പോൾ ഭൗമോപരിതലത്തിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പമായി മുകളിലേക്കുയർന്ന് ക്യുമുലസ് മേഘങ്ങളുണ്ടായി അവ ഘനീഭവിച്ചുണ്ടാകുന്ന മഴയാണ് സംവഹനവൃഷ്ടി.
ഉച്ചരിത വൃഷ്ടി എന്നറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ്. ഉഷ്ണമേഖലയിൽ സാധാരണ അനുഭവപ്പെടുന്ന ഉഷ്ണകാല പ്രതിഭാസം സംവഹന മഴ. സംവഹന മഴയുടെ പ്രത്യേകതകൾ: 1. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ. 2. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്നു. 3. അധിക നേരം നീണ്ടു നിൽക്കാറില്ല. 4. ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസം. അപ്പോൾ സംവഹന മഴയുടെ പ്രത്യേകതകളാണ്: ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ, സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്നു, അധിക നേരം നീണ്ടു നിൽക്കാറില്ല, ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസം. സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് വീശുന്ന ഈർപ്പമടങ്ങിയ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമായി പർവ്വതങ്ങളോ പീഠഭൂമികളോ പോലെയുള്ള ഭൂഭാഗങ്ങൾ വരുമ്പോൾ കാറ്റ് മുകളിലേക്ക് ഉയരുകയും ആ പ്രദേശങ്ങളിൽ മഴയുണ്ടാകുകയും ചെയ്യുന്ന പ്രതിഭാസം ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി. അപ്പോൾ സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് വീശുന്ന ഈർപ്പമടങ്ങിയ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമായി പർവ്വതങ്ങളോ പീഠഭൂമികളോ പോലെയുള്ള ഭൂഭാഗങ്ങൾ വരുമ്പോൾ കാറ്റ് മുകളിലേക്ക് ഉയരുകയും ആ പ്രദേശങ്ങളിൽ മഴ ഉണ്ടാകുകയും ചെയ്യുന്ന പ്രതിഭാസം ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി. ശൈലവൃഷ്ടി അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം. ശൈലവൃഷ്ടി അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം. ന്യൂനമർദ്ദ പ്രദേശത്തോട് ബന്ധപ്പെട്ടാണ് ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്നത്. ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്ന മേഖല കൊടുങ്കാറ്റ് വീശുന്ന മേഖലകൾ. സമുദ്രത്തിൻ്റെ സാമീപ്യം നിമിത്തം തീരപ്രദേശങ്ങളിൽ വ്യാപകമായി പെയ്യുന്ന മഴയാണ് തീരദേശ വൃഷ്ടി. അമ്ല സ്വഭാവത്തിൻ്റെ ജലം വഹിക്കുന്ന മഴ അമ്ലമഴ. അമ്ലമഴയുടെ pH മൂല്യം 5.6 താഴെയാണ്. അപ്പോൾ ന്യൂനമർദ്ദ പ്രദേശത്തോട് ബന്ധപ്പെട്ടാണ് ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്നത്. ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്ന മേഖല കൊടുങ്കാറ്റ് വീശുന്ന മേഖലകൾ. സമുദ്രത്തിൻ്റെ സാമീപ്യം നിമിത്തം തീരപ്രദേശങ്ങളിൽ വ്യാപകമായി പെയ്യുന്ന മഴയാണ് തീരദേശ വൃഷ്ടി. അമ്ല സ്വഭാവമുള്ള ജലം വഹിക്കുന്ന മഴ അമ്ലമഴ. അമ്ലമഴയുടെ pH മൂല്യം 5.6 താഴെയാണ്. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായി ഭൂമിയിലെത്തുന്നതാണ് മഞ്ഞുവീഴ്ച. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായി ഭൂമിയിലെത്തുന്നതാണ് മഞ്ഞുവീഴ്ച. മഞ്ഞുകട്ടയുടെ രൂപത്തിലുള്ള വർഷണം ആലിപ്പഴം. മഴത്തുള്ളികൾ തണുത്ത വായുപാളികളുള്ള മേഘങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുമ്പോൾ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ആലിപ്പഴങ്ങൾ. മഴത്തുള്ളികൾ തണുത്ത വായുപാളികളുള്ള മേഘങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുമ്പോൾ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ആലിപ്പഴങ്ങൾ. അപ്പോൾ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായി ഭൂമിയിലെത്തുന്നതാണ് മഞ്ഞുവീഴ്ച. മഞ്ഞുകട്ടയുടെ രൂപത്തിലുള്ള വർഷണം ആലിപ്പഴം. മഴത്തുള്ളികൾ തണുത്ത വായുപാളികളുള്ള മേഘങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുമ്പോൾ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ആലിപ്പഴങ്ങൾ.